நீங்க എന്താ முன்னாடி பார்க்கவே இல்லையே. പാക്കില്ലേ? വേണ്ട, പാക്കും പറ്റില്ലെന്ന് എന്റെ കയ്യിലും ഇല്ല. அப்படி இல்லப்பா, இங்க புதுசா வந்ததா? ഇയാൾ എന്താ പറയുന്നത്? ഞാൻ പോട്ടെ. அம்மா நில்லுங்க நில்லுங்க நில்லுங்க. ഞാൻ രാമകൃഷ്ണയ്യർ മാടിയിൽ തങ്ങിയിരിക്ക്. നീങ്ക എങ്ക തങ്ങിയിരിക്ക്? ഞങ്ങള് കോണിപ്പട്ടിയുടെ താഴെ താമസിക്കുന്നവരാ. സ്വാമി എടുത്തുകാരനാ. என்ன வாசல்லையே என்ன பேச்சு? ഒന്നും ഇല്ല കുമുദം. കത്തിരിക്കാய் കിലോ എന്നാ വിലന്ന് കേട്ട. ஆமா. பையில என்ன? அது கத்திரிக்காய். கத்திரிக்காய் கிலோ என்ன விலை? 4 ரூபா. 4 ரூபாயா? ஆமா. இந்த ஊர்ல எதை எடுத்தாலும் யானை விலை, குதிரை விலை. இதுக்கு தான் இந்த ஊருக்கு டிரான்ஸ்பரே வேண்டாம்னு சொன்னேன். கத்திரிக்காய் மட்டும் தான் வாங்குனேளா? வேற வாங்கி வச்சிருக்க. எங்க பைய கொடுங்க. இல்ல, ரொம்ப அழுத்து போய் வந்திருக்கு. உன் கையால காஃபி போட்டு விடு. நான் அது உள்ள வச்சிட்டு வரேன். ஐயா கொடுங்களே. இதுக்குள்ள பேங்க் பேப்பர் இருக்கு குமுதம். பேங்க் பேப்பரோட கத்திரிக்காயை வாங்கி வச்சிருக்கேளா? நன்னா. என்ன உனக்கு நம்பிக்கை இல்லையா? என்ன நம்பிக்கை இல்ல உனக்கு? என்னது இது? நீங்க ஏன் இப்படி வெளியற? கொடுங்க. பேப்பர்ஸ் கிழிஞ்சு போடுங்க குமுதம். நீங்க எதையோ மறைக்கிறீங்க. கொடுங்க. என்ன? என்னத்த மறைக்கிறீங்க? என்னது? என்னது? ஹார்லிக்ஸ். ஹார்லிக்ஸா? இது ஹார்லிக்ஸா? இல்ல, ரொம்ப கோல்டா இருந்த ஹாஸ்பிடல் போய் மருந்து வாங்கிட்டு வந்தேன். எந்த ஆஸ்பத்திரியில இருமலுக்கு சாராயம் கொடுக்கறா? உங்களுக்கு வெக்கமா இல்ல? இந்த குடிப்பழக்கம் தான் உங்களை கெடுத்து குட்டிச்சவராக்குறது. மூக்கு முட்டை குடிச்சிட்டு ஆபிஎஸ் முழுக்க தகராறு பண்ணி அவ தூக்கி உங்களை இங்க விசிறிட்டா. இனிமேல் ஒழுங்கா இருக்கணுமா இல்லையா? ஐயோ, ஆட்டாத குணம் 60 ரூபீஸ் போயிடும். அத உடைஞ்சிடும். என்ன தொடாதீங்க. ஐயோ 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 கடவுளே. ஐயோ അയ്യോ എന്താ അത്? എന്റെ ഈശ്വര, അല്ലേ എന്ത് വേലയായി കാണിക്കുന്നേ? താഴത്തെ ആളുകൾ താമസമുണ്ടെന്ന് അറിഞ്ഞൂടെ നിങ്ങക്ക്? ഇതെന്റെ പിള്ളേരുടെ തലയിൽ എങ്ങനെ വേണ്ടിയിരുന്നെങ്കിലോ? എന്താ ഒന്നും മിണ്ടാത്തെ? കള്ളു കാറിയിട്ട് വയ്യ. என்ன கை தவறி கீழே விழுந்துடுத்து, அதுக்கே இந்த ஆட்டம் ஆடுற? ആട്ടം ആടുന്നോ? ദേ തള്ളേ, മര്യാദക്കതല്ലേ ഇവിടുന്ന് വാരി കളയുന്നുണ്ടോ? അയ്യടി. சரிதான் போடி. എന്നേടി പറഞ്ഞേ? എന്റെ വീട്ടിൽ കല്ലൂപ്പി എറിഞ്ഞ് ഉടച്ചുമിച്ച് നീ എടി പൊടി എന്ന് വിളിക്കുന്നോ? கைய நீட்டி நீட்டி பேசாதடி, கைய முறிச்சிடுவேன். என்ன யார் நினைச்சே? ഇത്തിരി ഇല്ലാത്ത 2 കുഞ്ഞുങ്ങളെ കൊണ്ടാ ഞാൻ ഇവിടെ താമസിക്കുന്നത്. മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അടിച്ചെന്റെ കരണക്കുറ്റി പൊളിച്ചോളാം ഞാൻ. என்ன என்ன? வேണ്ട குமுதம், அங்க போக வேண்டாம். அடிச்சிடுவா? அடிச்சிடுவா. பார்க்கலாமா? அவன் காலையும் கையும் முறிச்சிட்டு வரவேல. என்ன? வேலையை எடுத்தா? வேலையை எனக்கு வேலை பாரு. போதும் போதும் மச்சான். வேலை போயிடுச்சு. அடிச்சிடுங்க. എന്താ ഇവിടെ ബഹളം? கையும் முறிச்சிட்டு வரவேல. ദേ ഈ സ്ത്രീ കല്ലൂപ്പി മേലെ താഴെ എറിഞ്ഞു വിട്ടു. അയ്യോ, എന്റെ കാർപ്പറ്റ്. ചോദിക്കാൻ വന്നപ്പോ അവരെന്നെ തെറി വിളിക്കുന്നെന്ന്. ഭർത്താവെന്നും പറഞ്ഞൊരു മരക്കോന്ത കൂടെ അടക്കുന്ന കണ്ടില്ലേ? എന്തോ ഇത്? എത്ര ഇതിന്റെ വില എന്നറിയോ നിങ്ങൾക്ക്? എല്ലാത്തിനെയും ഞാൻ ചവിട്ടി പുറത്താക്കും. നോക്കി சவுட்டி பொறத்தாக்கும். வாடகை வாங்குறியா இல்லையா? சட்டா போய்க்கா. போயா. அட்வான்ஸ் வேற வாங்கியிருக்கான். சொலையா. என்னத்துக்கு நிக்கிற? அள்ளு அள்ளு. ഇതാണ് നിങ്ങളെ വീട്. ഗീറ്റസേ, ഇതാണ് നമ്മളെ മൂന്നാമത്തെ പാർട്ടി. ഇത് കേശവൻകുട്ടി. ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് കേശവൻകുട്ടിയാണ്. ദൈവകൃപയാൽ മേലിലും അങ്ങനായി തീരട്ടെ. ഇടവകപ്പള്ളിയിൽ അച്ഛന്റെ ശുപാർശയിൽ വന്നതാ. ദൈവവേദയാണ്. പാപ്പി എന്ന് പറയും. എറണാകുളത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇവര് 3 പേരും എന്റെ സഹോദരിമാരാണ്. പകൽക്കാലങ്ങളിൽ പ്രാർത്ഥനകൾ ഉണ്ടാവും. താല്പര്യമുണ്ടെങ്കിൽ കേശവൻ കുട്ടിക്ക് സംബന്ധിക്കാം. അതൊക്കെ പിന്നെ ആയിക്കോളൂ. വന്നട്ടെ. വരൂ, വന്നോളൂ. വരൂ, ഇവിടെ കയറി പോന്നോളൂ. മുകളിലേക്കാണോ? അതെ, നിങ്ങൾ ഈ പാട്ടിനും പ്രാർത്ഥനക്കൊക്കെ മുകളിലാ സൗകര്യം. ആയിക്കോട്ടെ. വന്നോളൂ വന്നോളൂ. സൗകര്യങ്ങളൊക്കെ പിടിച്ചോ നിങ്ങൾക്ക്? എല്ലാം ഒരു പരീക്ഷണം പോലെയാണ് എനിക്ക് തോന്നുവാൻ സാധിക്കുന്നത്. താഴെ ആരാ സഹോദര താമസിക്കാൻ വരുന്നത്? ആരാ വരാന്നൊന്നും തീരുമാനമായിട്ടില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ക്രിസ്ത്യാനികൾ തന്നെയാണോ സഹോദര? ഒന്നും പറയാറായില്ല. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ ഒന്ന് താഴോട്ടില്ലേ. ആയിക്കോട്ടെ. സമ്പന്നൻ സൂചിക്കുഴിയിലൂടെ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ. പ്രലോഭിതരാകാതിരിക്കാൻ എല്ലാവരും മനസ്സിലെത്തുക. ഇതിനേക്കാണ് കുറച്ച് തിരക്കുണ്ട്. എന്ത് തിരക്ക്? പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കാണല്ലോ ഇവിടെ. അതായത് വിശദമായിട്ട് സംസാരിക്കാൻ ഇപ്പൊ വിളിച്ച് സംസാരിക്കാൻ നേരില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് വെച്ചാൽ പിന്നെ കാണാൻ നമുക്ക്. നമ്മുടെ ഈ ജീവിതയാത്രയിലെ മാർഗദർശിയായ ദൈവം
അവന്റെ കൃപയും കാരുണ്യം കൊണ്ട് തീർത്ത ഒരു വാത്സല്യ ഗ്രഹത്തിലേക്ക് നമ്മെ വഴി നടത്തിയിരിക്കുന്നു. ഈ പകൽക്കാലമത്രയും അവന്റെ നാമത്തെ സ്തുതിക്കുവാനുള്ളതായിട്ടാണ് എനിക്ക് തോന്നുവാൻ സാധിക്കുന്നത്. ആയതിനാൽ അവനെന്നേക്കും ഈ ഗ്രഹത്തിന്റെ നായകനാകുന്നു. മീനാക്ഷി, ഇടി മീനാക്ഷി, മീനാക്ഷി. എന്തിനെങ്ങനെ കിടന്ന് തൊള്ള ഉറക്കുന്നേ? ഇടി ആരാ ചത്തത്? ചത്തോ? നിങ്ങൾ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ഇവിടെ ആരും ചത്തിട്ടും കെട്ടിട്ടും ഒന്നുമില്ല. കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലടി, ഈ ശവടക്കിന്റെ പാട്ടും വിളിയും കേൾക്കുന്നെന്ന്. ഇതാരാണ്ട് ചത്തു തന്നെ. നേരാണല്ലോ, പറഞ്ഞ പോലെ എന്തായി കേക്കുന്നേ? രാത്രി മുഴുവൻ ജോലി ചെയ്ത് വെച്ച് ഒരു മനുഷ്യൻ അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഈ മേളം. തള്ള നിങ്ങളോട് പറഞ്ഞു ഒന്ന് നിർത്താൻ. സാത്താൻ പല രൂപത്തിൽ വരുന്നു. ആരെയെങ്കിലും ഉപദ്രവിക്കണമെന്ന് തക്കം പാർത്ത് നടക്കുകയാണ് സാത്താൻ. എടോ തോന്നിയാസം പറയരുത്. ദൈവം തന്ന സകല ആയുധങ്ങളെടുത്ത് പോരാടി ഈ സാത്താനെ നമുക്ക് നേരിടാം. എന്നാ നമുക്കൊന്ന് കാണാം. അതെ, നേരമായി കേട്ടോ. ഇതെവിടെ പോയതാ? അച്ഛനെന്തിയേ? എടാ അവിടെ ഒന്നും കാണുന്നില്ലടാ. കട്ടിലടി നോക്കിയോ? അവിടെ ഒന്നും കാണുന്നില്ലെന്ന്. ഇതെവിടെ പോയി എന്റെ ഈശ്വര? ദൈവമേ, റോഡിലോട്ടിങ്ങനെ ഇറങ്ങി നടന്നോ? അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. പോയി, ഒന്ന് ഓടി വരണേ. കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ പോലെ അവൻ നടന്നു. അയ്യോ, ഒന്ന് ഓടി വരണേ. അയ്യോ കർത്താവേ, ഇതെന്തൊരു പരീക്ഷണമാ. അയ്യോ, ആരെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കണേ. എന്റെ ഭർത്താവിനെ കാണുന്നില്ല. നിങ്ങളുടെ ഭർത്താവിനെ കാണുന്നില്ലെന്നോ? റോഡിൽ എങ്ങാനും നടക്കുന്നുണ്ടോ ഒന്ന് പോയി അന്വേഷിക്കണേ. അയ്യോ, ഭർത്താവിനെ കാണാതായതിനാണോ സഹോദരി ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? ഞാൻ വിചാരിച്ചു വേറെ വല്ല ആപത്തും സംഭവിച്ചതായിരിക്കുമെന്ന്. പിള്ളാരും പ്രകൃതിയൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് എന്റെ സങ്കടം മനസ്സിലാകുകയില്ല. ഒന്ന് പോയി അന്വേഷിച്ചു വരുമോ? ഈ സഹോദരി എന്താ പാപ്പി ഇങ്ങനെ പറയുന്നത്? ഇവരുടെ ഭർത്താവ് എന്താ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കാണാതെ പോവാൻ? ഇന്ന് നമ്മുടെ പകൽ പ്രാർത്ഥന വേളയിൽ ഈ സഹോദരി വന്ന് കാട്ടിക്കൂട്ടിയ നീച നിഗടത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഈ തിരോധാനം എന്നാണ് എനിക്ക് തോന്നുവാൻ സാധിക്കുന്നത്. തോന്നിയാസം പറയരുത് കേട്ടോ. എന്ത് പറ്റി? കേശവൻകുട്ടി എന്തെങ്കിലും ഒപ്പിച്ചോ? എന്റെ ഭർത്താവിനെ കാണുന്നില്ല. എന്ത് കാണുന്നില്ലെന്നോ? സാറിപ്പോ റോഡിൽ കൂടെ നടന്നു പോണേ ഞാൻ കണ്ടല്ലോ. ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല. അതങ്ങേര് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതാ. ഒന്ന് വേഗം കൂട്ടിയിട്ട് വരണേ. അതെയോ? അങ്ങനെയാണോ? പല്ലേറിപ്പിക്കണം. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടെ? ഞാൻ എവിടെയാ? താൻ ഇവിടെ എന്താ ചന്ദ്ര? പിന്നെ സുഖമില്ലാത്ത മനുഷ്യനായിരിക്കും. സുഖമില്ലാത്ത ആളാ? പിന്നെ സുഖമില്ലെങ്കിൽ ഇയാൾക്ക് നല്ല വീതി നീളമൊക്കെ ഉണ്ടല്ലോ. സുഖമില്ലാന്നൊക്കെ എഴുതി വെച്ചൂടെ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇയാളെ പകല് കിടന്നു തുടങ്ങിയിട്ട് രാത്രി ജോലിക്ക് പോകുന്ന മനുഷ്യനാ. അതെന്താ ഇയാളെ മോഷ്ടാവാ? അല്ലാന്നേ, ഇയാൾ ഉറക്കത്തിൽ എണീറ്റെടുക്കുന്ന ഒരു രോഗമുണ്ട്. ഓ, സോമനാംബുലിസ്റ്റ്. രാഘവൻ നായർ. ഞാൻ പറഞ്ഞത് ഇയാളുടെ രോഗത്തിന്റെ പേരാ.
ആട്ടെ താൻ പറഞ്ഞ വീട് എവിടെ? ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ മതി കഷ്ടി. വണ്ടി കയറിക്കോളൂ. ഇതാ ഇയാളുണ്ട്. ചെല്ലു. അല്ല മാഷെ, ആക്ച്വലി ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? കിട്ടി, ചേട്ടനെ കിട്ടി. എവിടെ? സമയത്തിന് ഞാൻ ചെന്നില്ലെങ്കിൽ എല്ലാരും കൂടെ തല്ലി കൊന്നേനെ. എവിടെ? ഇവിടെ ഉണ്ട്. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നിങ്ങൾ കേറിക്ക, നിങ്ങൾ കേറിക്ക. മീനാക്ഷി. കേറിക്ക ചേട്ടാ. എന്തിനാ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കുന്നത്? അതെന്താ ഈ സ്ത്രീ സാധാരണ തീയാണോ അതിനുള്ളത്? അയ്യോ, ഈ സ്ത്രീയുടെ ഭർത്താവാണ് ഇദ്ദേഹം. ഓ, സോമനാംബുലിസ്റ്റിന്റെ വൈഫാണല്ലേ? അത് ശരി. ഏതാ ഈ അരിപ്രാവുകളൊക്കെ? ഞങ്ങള് ദൈവ വിളിക്കാരാ. ആ, എന്നിട്ട് ദൈവം ഇതുവരെ വിളിച്ചില്ലേ? അത്യാവശ്യം വയസ്സും പ്രായമൊക്കെ ആയില്ലോ തള്ളക്ക്. അല്ല, പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്ന നല്ല അയൽക്കാരാ. ഇദ്ദേഹത്തെ മനസ്സിലായോ? ഇല്ല. ഇദ്ദേഹമാണ് ഡോക്ടർ ചന്ദ്രാപന്നി. പന്നിയോ? പന്നിയല്ല, പിന്നി. പിന്നെ സംസാരിക്കുമ്പോ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. ആട്ടെ, ഇയാൾക്ക് എത്ര കാലമായി ഈ അസുഖം തുടങ്ങിയിട്ട്? എന്താ ഇതിന്റെ സിംറ്റംസ്? എന്റെ ഒരു ഒറ്റമുലുണ്ട് അമ്മായി. പ്രാർത്ഥന കൊണ്ട് ഭേദമാകാനുള്ള അസുഖമേ ഈ സഹോദരനുള്ളൂ. എന്താ സഹോദരന്റെ പേര്? എന്റെ പേര് പാപ്പി. ഡോക്ടർ പേഷ്യന്റും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ അരിപ്രാവുള്ള സാന്നിധ്യം തൽക്കാലം ഇവിടെ ആവശ്യമില്ല. ആ, പാപ്പി അരിപ്രാവളും കൊണ്ട് പോ. സ്തോത്രം. എന്താ? സ്തോത്രം. ഓ, ആ, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഇവിടെ ഓർമ്മയുണ്ടോ? ഇവിടെ എങ്ങനെ? എനിക്ക് ഓർമ്മയില്ല. ഇല്ല. ആ, പെങ്ങൾ പറ ഞാൻ തരാം. എന്റെ ഉണ്ട്. അയ്യടാ, പറയുന്നതിന്റെ വാലുന്നല്ലെന്ന് ഓർമ്മയില്ലാത്ത ഈ ചന്ദ്രപ്പന്നി എങ്ങനെ ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കുന്നേ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നേ. ഇത് എവിടുന്ന് കിട്ടി ഈ മുഴുവട്ടിനെ? വരുന്നേ. ആഹാ, ഇയാൾക്കൊരു സോമനാംബുലിസ് ഒരു സൂക്കേടും ഇല്ല. ഈ സ്ത്രീ ഇയാളെ കെടുത്തി പൊറപ്പിക്കണ്ടേ? ഇവരെ പേടിച്ച് ഇതിങ്ങനെ എറിയി നടക്കുക. നോക്കിയേക്കണേ. എവിടെ വീട്? വീടാ.